സ്റ്റാവ് വിഷൻ്റെ നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായും വിശുദ്ധീകരണത്തിൻ്റെ ഭാവങ്ങൾ ഏറ്റവും ആഴമായി ഉൾക്കൊള്ളേണ്ട ഒരാഴ്ചയാണിത്. വിശുദ്ധവാരം വിശുദ്ധീകരണ ചിന്തകൾ സമ്മാനിക്കുന്നു. വിശുദ്ധീകരണം ആവശ്യമായി വരുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരാഴ്ച നമ്മുടെയും വിശുദ്ധീകരണത്തിനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. വിശുദ്ധീകരണ ചിന്തകളുമായിട്ട് വിചിന്തനം ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വരിക ജോഷുവയുടെ പുസ്തകം അധ്യായം 3 വാക്യം 5 നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചാൽ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാനും എൻ്റെ സുഹൃത്ത് വർഗീസച്ചനും കൂടി ഒരിടത്ത് ധ്യാനിപ്പിക്കാൻ പോയി. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഈ ഒരു ചിന്ത ഞങ്ങൾ പങ്കുവച്ചു. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ വിശുദ്ധീകരിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു. നിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. അതിനെക്കുറിച്ച് കാര്യമായി തന്നെ സംസാരിച്ചു. എനിക്കും എൻ്റെ തമ്പുരാനും മാത്രമറിയാവുന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ മേഖലകൾ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ള ഒരു ആവിഷ്കാരം തന്നെ നടത്തുകയുണ്ടായി. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 15 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛനെ ഒന്ന് കാണണം. സമയം കൊടുത്തു. അവൻ വികാരിയച്ഛൻ്റെ അടുത്ത് ആ പള്ളിമേടയിലേക്ക് വന്നു. ഒരു മുറിയിലേക്ക് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. എന്നെ കണ്ട വഴിക്ക് തന്നെ അവൻ ആ പാക്കറ്റ് എൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരം തുടങ്ങി. അവൻ്റെ സ്കൂളിലെ അവൻ്റെ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു. 9ാം ക്ലാസ് വരെ ഈ എല്ലാ കൊല്ലവും അവനായിരുന്നു ടോപ്പർ. 9ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വേനൽ അവധിക്കാലത്ത് അമ്മ വീട്ടിലേക്ക് പോയി. അവിടെ അവൻ്റെ കാലം 4 വയസ്സ് പ്രായമുള്ള കസിൻ അവിടെ ഉണ്ടായിരുന്നു. അവനും ഇവനും കൂടെ വീഡിയോകൾ കാണാൻ തുടങ്ങി. ഈ കസിൻ്റെ കയ്യിൽ പല അശ്ലീല ചിത്രങ്ങളുടെ പോൺ ഫിലിംസിൻ്റെ വീഡിയോകളുണ്ടായിരുന്നു. അത് കണ്ട് രസിച്ചു. അങ്ങനെ അവധി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ഈ കസിൻ പറയാണ്, മോനെ എനിക്കവിടെ ബോറടിക്കുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം കേട്ടോ, എന്നെ ചതിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവന് കുറേ വീഡിയോകൾ സീഡികൾ സമ്മാനിച്ചു. അവനതുമായിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ അവൻ്റെ ഹരം ഇത് കാണലൊക്കെ ആയിരുന്നു. പഠനത്തിൽ താല്പര്യം കുറഞ്ഞു. പിന്നെ ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുക, അവിടെ തൊടലും പിടിക്കലും ഒരുക്കി കണ്ടക്ടർ അവനെ വലിച്ച് ബാക്കിലേക്ക് വിടുന്നു. സ്വയം ഭോഗത്തിന് അവൻ അടിമയായി തീർന്നു. ഈ കസിനുമായിട്ട് സ്വർഗഭോഗവും ഒക്കെ പഠിച്ച് അങ്ങനെ അവൻ്റെ പഠനത്തിലുള്ള എല്ലാ ശ്രദ്ധയും നഷ്ടപ്പെട്ടു. ടോപ്പറായിരുന്നവൻ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് 3 തോൽക്കുന്നു. വീട്ടുകാർക്ക് അങ്കലാപ്പായി. പള്ളിയിൽ കൊണ്ടുപോകും, ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോകുന്നു, പലതും നടത്തി അവസാനമാണ് ഈ ധ്യാനത്തിൽ അവൻ സംബന്ധിക്കുക. അതിനുശേഷം ഞാൻ ഈ പയ്യനുമായിട്ട് തുടർന്നും ബന്ധപ്പെട്ടു. പല രീതിയിലും അവനെ സഹായിക്കാൻ സാധിച്ചു. ആ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് SSLC പരീക്ഷയ്ക്ക് അവന് ടോപ്പറാകാൻ സാധിച്ചില്ലെങ്കിലും ഫുൾ A+ പാസ്സായി. എൻട്രൻസ് കോച്ചിങ്ങിന് തോമസ് മാഷ് അവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിന് ചേർന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, അവനിന്ന് MDയിൽ പെഡിയാട്രിഷ്യൻ എടുത്ത് ഇന്ന് ഒരു പെഡിയാട്രിഷ്യനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ വരെയും. അവൻ എന്നെ കാണുമ്പോഴും പലപ്പോഴും ആദ്യകാലങ്ങളിൽ എഴുതിയിരുന്നപ്പോഴൊക്കെ ആദ്യമേ തന്നെ കുറിച്ച് വയ്ക്കും, എൻ്റെ സ്വകാര്യ ജീവിതം ഞാൻ സംശുദ്ധമാക്കിയപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എനിക്കും എൻ്റെ തമ്പുരാനും മാത്രമറിയാവുന്ന ഇടമാണ് എൻ്റെ സ്വകാര്യ ജീവിതം.
ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഞാൻ തമ്പുരാനൊരു സാക്രിഫൈസ് ചെയ്ത് എൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ തമ്പുരാന് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ സ്പേസിലേക്ക് കടന്നു വരുവാനും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാനും സാധിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലും അതുമാതിരി ഞാൻ പരിചയത്തിലായിരിക്കുന്ന ഒരുപാട് യുവാക്കൾക്ക് ഈ ഒരു ചിന്ത അവരുടെ ജീവിതത്തിൽ വലിയ ശക്തിയായി മാറിയിട്ടുണ്ട്. ലൈംഗിക ചിന്തകൾ മാത്രമാകണമെന്നില്ല, നമ്മുടെ മനോഭാവങ്ങളെല്ലാം പുറപ്പെടുന്നത് നമ്മുടെ ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ ചിന്തകളിലൂടെയാണ്. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും പകയും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച്, സ്വകാര്യ ജീവിതത്തിൻ്റെ ഇടങ്ങളെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. പുറത്ത് അവരെ കാണുമ്പോൾ ഭംഗിയായിട്ട് ആചാരമര്യാദകൾ നടത്തുമ്പോഴും ഉള്ളിൽ പകയും വിദ്വേഷവും വെറുപ്പുമായിരിക്കാം. അവിടെയൊക്കെയാ വിശുദ്ധീകരണം ആവശ്യമായിരിക്കുക. ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ എനിക്കും എൻ്റെ തമ്പുരാനും മാത്രമറിയാവുന്ന ഈ ഇടത്തിൽ ഞാൻ നടത്തുന്ന വിശുദ്ധീകരണം തമ്പുരാനൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പല നിയോഗങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഈ അത്ഭുതം. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഫലിക്കുന്നില്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ നടത്തേണ്ട ഒരു വിശുദ്ധീകരണ പ്രക്രിയയുണ്ട്. നമ്മളുമായിട്ട് വ്യക്തിബന്ധത്തിലായിരിക്കുന്ന തമ്പുരാന് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം. എനിക്കും എൻ്റെ തമ്പുരാനും മാത്രമറിയാവുന്ന ഈ ഇടത്തിൽ ഞാൻ വിശുദ്ധീകരണം നടത്തി തമ്പുരാനൊരു സ്പേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രസക്തിയിലേക്കാണ് ഈ ഒരു വിശുദ്ധ വാരത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത്. ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിന് ഇനിയും ആവശ്യമായിരിക്കുന്ന മേഖലകളെ, വിശുദ്ധീകരണം ആവശ്യമായിരിക്കുന്ന മേഖലകളെ തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ ഈ വിശുദ്ധ വാരത്തിൽ തന്നെ ഒരു വിശുദ്ധീകരണത്തിന് നമ്മെ തന്നെ ഒരുക്കുവാനും തമ്പുരാൻ നമുക്ക് കൃപ നൽകട്ടെ.